ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് കൃഷ്ണ. ഇന്ന് നമുക്കൊരു തൃശ്ശൂർ സ്റ്റൈലിലെ മാങ്ങയിട്ടുള്ള മീൻ കറി ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ഫിഷ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളകും പൊടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നന്നായി തിരുമ്പും വെച്ചാൽ കൈ വെച്ച് നന്നായി തിരുമ്പി എടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ, രണ്ടാം പാലാണ് ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് കൈവച്ച് ഇളക്കി കൊടുത്ത് വെച്ചാൽ അത് കട്ട പിടിക്കാൻ പാടില്ല. അതൊക്കെ ഒന്ന് കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കേണ്ടത്. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ആവശ്യത്തിനുള്ള മാങ്ങ, പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പുളി കുറഞ്ഞ മാങ്ങ ആയതുകൊണ്ട് ഒരു 1.5 മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നോടൊപ്പം തന്നെ നമ്മൾ ഇത്തിരി ഉപ്പുപൊടിയും പിന്നെ ഫിഷ് മസാലയും കൂടി പുരട്ടി വെച്ചിട്ടുള്ള മീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെച്ചാൽ ടീസ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത്. ഒന്ന് ഇതേപോലെ ചട്ടി വെച്ചൊന്ന് ഇതാക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1-ാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി, കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിടുക. ആ മൂപ്പിച്ചിടുന്ന സമയത്ത് ഞാൻ നുള്ള് മല്ലിപ്പൊടി, മുളകും പൊടി, ഫിഷ് മസാല, അതേപോലെ കുരുമുളകും പൊടി ആഡ് ചെയ്തിട്ടാണ് മൂപ്പിച്ച് ഒഴിക്കുന്നത്. പിന്നെ മൂപ്പിച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് തള വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ ഇട്ടിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻ കറി റെഡി ആയിട്ടോ.